അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്താവിഷയം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമം. എന്നാൽ സംശയിക്കാതെ പ്രാർത്ഥിക്കണം, സംശയിക്കാതെ മുമ്പോട്ട് പോകുക, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. സംശയം ഇന്നൊട്ടുമിക്ക ആളുകളിലും വിശുദ്ധന്മാരെന്ന്, ദൈവമക്കളെന്ന് പറയപ്പെടുന്ന പലരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് സംശയം. നടക്കുമോ? അനുഗ്രഹം ഉണ്ടാകുമോ? ഞാൻ രക്ഷപ്പെടുമോ? എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമോ? ഞാനിങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. സംശയം. ജീവിതത്തിൽ സംശയങ്ങൾ കടന്നു വന്നിട്ട് ചില നിരാശകൾ മനുഷ്യസാക്ഷിയെ വല്ലാതെ അലട്ടിയിട്ട് ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്ന ചില മേഖലകളുണ്ട്. ചെയ്യുന്ന ജോലിയിൽ സംശയമുണ്ടാകുക, കുടുംബത്തിൽ സംശയമുണ്ടാകുക, ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ സംശയിക്കുക, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സംശയിക്കുക, സഹോദരങ്ങൾ തമ്മിൽ സംശയമുണ്ടാകുക. ഇനി എന്തിനാ ഏറെ പറയുന്നേ? ദൈവത്തെ പോലും സംശയിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയായി, യാക്കോബിന്റെ ലേഖനത്തിൽ സംശയിക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. നിങ്ങൾ ആ പട്ടണത്തിൽ മാനിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഉയർച്ചകൾ ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ആ ലെവൽ അങ്ങ് മാറും. ഇന്നത്തെ ഈ ഞെരുക്കവും പ്രയാസവും കണ്ണുനീരും ഒക്കെ തോരും. നിങ്ങൾ ആനന്ദിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നൊരു ദിവസമുണ്ട്. നിങ്ങൾ സംശയിക്കേണ്ട. മുമ്പോട്ട് തന്നെ നിങ്ങൾ സ്റ്റെപ്പുകൾ വയ്ക്കുക. മോശ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് മുൾപ്പടർപ്പിൽ തീ കണ്ടത്. ഇത് എന്ത് എന്ന് കണ്ട് മോശ സംശയിച്ച് ഒരു വിറയലോടെ നിൽക്കുമ്പോഴാണ് യഹോവയായ ദൈവം മുൾപ്പടർപ്പിൽ പറഞ്ഞത്, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. മോശ ഒരു സ്റ്റെപ്പൂടെ മുമ്പോട്ട് പോവുകയാണ്. മുൾപ്പടർപ്പിൽ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ മോശ വിധേയപ്പെടും. ജീവിതത്തിന്റെ മുമ്പിൽ മുമ്പോട്ട് വിടാതെ വെല്ലുവിളിക്കുന്ന പല മേഖലകളുണ്ടാകും. മുമ്പോട്ട് വിടത്തില്ല. ഇസ്രായേലിനെ മുമ്പോട്ട് വിടാതെ വെല്ലുവിളിച്ചതുപോലെ ചെങ്കടൽ സമമായ വിഷയങ്ങളിൽ കൂടെ, മരുഭൂമിയിൽ ഓരോ പരീക്ഷണങ്ങളിൽ കൂടെ ഇസ്രായേലിനെ കടത്തിവിട്ടതുപോലെ ജീവിതത്തിൽ ഒരറ്റത്ത് നിന്നും മററ്റത്തേക്ക് കൊണ്ടുപോകുകയില്ലെന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കത്തില്ലെന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില മേഖലയുടെ മുമ്പിൽ സംശയിച്ചു നിൽക്കുന്നവരാകുന്നു ഞാനും നിങ്ങളും പലപ്പോഴും. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, ഒന്നും സംശയിക്കരുത്, വിശ്വാസത്തോടെ യാചിക്കണം. നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവനെ ഫൽസിക്കരുത്. ജ്ഞാനം കുറവാണ്, പക്ഷെ അവനെ ഫൽസിക്കുക ചെയ്തു. നീ നന്നാകത്തില്ല, നീ ശരിയാകത്തില്ല, നീ എന്തിനാ പഠിക്കാൻ പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? ഫൽസിക്കുക. ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കുക അല്ല ചെയ്യേണ്ടത്. ഔദാര്യമായി തരുന്ന എല്ലാവർക്കും ഔദാര്യമായി തരുന്ന ദൈവത്തോട് യാചിക്കണം. അപ്പോൾ അവനത് ലഭിക്കും. അപ്പൊ യാചിക്കണം, സംശയിക്കുകയല്ല ചെയ്യണ്ടേ, ദൈവത്തോട് യാചിക്കണം.
എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. മക്കളെ കണ്ടിട്ട് പറയണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഒരിക്കല് ഒരു ആൻറ്റി അങ്കിളും പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പറക്കുന്ന വീട് അവരന്വേഷിച്ച് അവരെൻ്റെ വീട്ടിലെത്തി. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ പ്രാർത്ഥനാ വിഷയം എൻ്റെ മൂത്ത മോളാണ്. അവള് ഇപ്പൊ +2 പഠിക്കുന്നത്. അവൾ +1 നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി. പക്ഷെ +2 സെക്കൻഡ് സെമസ്റ്റർ വന്നപ്പോൾ അവൾക്ക് മാർക്കില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് പുസ്തകം എടുക്കുമ്പോൾ തലവേദനയാണ്, മടിയാണ്. ആദ്യമൊക്കെ അവിടെ ശരീരത്തിൻ്റെ രോഗമാണ്, പ്രയാസമാണ് എന്നൊക്കെ ഞങ്ങൾ കരുതി. പക്ഷെ ഇപ്പം അവളോട് പഠിക്കാൻ പറഞ്ഞ അവൾക്ക് കോപം, കൈ കിട്ടുന്ന വലിച്ചെറിയും. ഇപ്പൊ ഞങ്ങൾ പാസ്റ്ററെ കാണാൻ വന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ സംഭവം ഉണ്ടായി. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അവളോട് പറഞ്ഞു, മോളെ കഴിച്ചിട്ട് പോയി പഠിക്കുക, എക്സാം അല്ലേ എന്ന് മാത്രമേ പറഞ്ഞു. ദേഷ്യം വന്നിട്ട് കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് വലിച്ചൊരിയറും. എന്നിട്ട് എഴുന്നേറ്റ് പോയി കഥ കടച്ച് റൂമിനകത്തിരിക്കുക. ഞാനും എൻ്റെ ഭർത്താവും വിളിച്ചിട്ട് അവൾ കഥ തുറക്കത്തില്ല. ഞങ്ങൾ ആകെ ഭയന്നു. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് സംഭവിക്കാം. ഞങ്ങൾ ആ റൂമിന് ജനാലയിലും കഥകിലും ഒക്കെ തട്ടി. അവസാനം ഞങ്ങൾ കരഞ്ഞു ദൈവത്തോട്. കൃപയാൽ അവൾ കഥ തുറന്നു. എന്ത് ചെയ്യും പാസ്റ്ററെ, എന്ത് ചെയ്യും? +2 ആണ്, നല്ല മാർക്ക് വാങ്ങിച്ചോളാണ്. അവൾക്ക് മെഡിസിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നേഴ്സിങ്ങിനെങ്കിലും വിടണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. പക്ഷെ ജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാനവരോട് പറഞ്ഞു, അവൾ അടുത്ത ദിവസം കോളേജിൽ പോയി കഴിയുമ്പോൾ അപ്പനും അമ്മയുമായ നിങ്ങൾ അവിടെ റൂമിൽ കയറി ആ ബെഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കരം കോർത്തു വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, അവൾ പഠിക്കും, അവിടെ ബുദ്ധിമുട്ടുകൾ മാറും, അവിടെ ബുദ്ധിയെ കെട്ടിയ കെട്ടഴിയും, അവൾ നല്ല മാർക്ക് വാങ്ങിക്കും, അവളെ ദൈവം അനുഗ്രഹിക്കും. ഓ ജീസസ്. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, അവരങ്ങനെ ചെയ്തു. അവർ വിശ്വാസത്തോടെ ദൈവസന്നിധി പറഞ്ഞു. അവർ സംശയം മാറ്റിയിട്ട് അവർ വിജയത്തിൻ്റെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ബെഡ്റൂമിൽ കയറി അവിടെ ബെഡിൽ ഇരുന്നു കൊണ്ട് അവർ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, അവൾ പഠിക്കും, അവിടെ കോപം മാറും, അവിടെ ബുദ്ധിയെ കെട്ടിയ കെട്ടഴിയും. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, അവൾ ഒത്തിരി ചേഞ്ച് വന്നു. ഞങ്ങളിപ്പോൾ പറയണ്ട, അവൾ തന്നെ പുസ്തകം എടുത്തുകൊണ്ട് പഠിക്കുന്നുണ്ട്, രാത്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വർഷം ദൈവം അവൾക്ക് നല്ല റിസൾട്ട് കൊടുക്കും. ഇന്ന് രാവിലെ അങ്ങനെ ചില മാതാപിതാക്കളോട് ഞാൻ ദൂത് പറയാം, മക്കളുടെ വിഷയത്തിൽ സംശയിക്കരുത്. നിന്റെ മക്കൾ പാസ് ഔട്ട് ആകും, നല്ല മാർക്ക് വാങ്ങിക്കും, A ഗ്രേഡ് ഉണ്ടാകും. നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ സംശയം, എൻ്റെ കുഞ്ഞ് പഠിക്കുമോ, എൻ്റെ കുഞ്ഞ് ജയിക്കുമോ, എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടുമോ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമോ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ, ഞങ്ങളുടെ അവസ്ഥ മാറുമോ, ഓ ഇതെന്തൊരു ജീവിതമാ എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിക്കുകയാണ്, ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ഔദാര്യമായി തരുന്ന ദൈവത്തോട് അപേക്ഷിക്കണം. അതെ, ദൈവം നിനക്ക് ഔദാര്യമായി ചിലത് ചെയ്യാൻ പോവാം. നിന്റെ മക്കൾക്ക് വേണ്ടി ചിലത് ഔദാര്യമായി ചെയ്യാൻ പോവാം. ഈ ദിവസങ്ങളിൽ ചില കെട്ടുകൾ കർത്താവ് പൊട്ടിക്കാൻ പോവുകയാണ്. ചില ബന്ധനങ്ങളെ കർത്താവ് അറുത്ത് കളയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നോ? എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, സംശയിക്കാതെ പ്രാർത്ഥിപ്പാൻ, സംശയിക്കാതെ മുമ്പോട്ട് പോകുവാൻ, ഒരു ഉയർച്ച ഇവർ പ്രാപിക്കുവാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. സംശയത്തിൻ്റെ പിശാച് ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. വിശ്വാസത്തോടെ ഇവർ യാചിക്കട്ടെ.
വിശ്വാസത്തോടെ കൽപ്പിക്കട്ടെ, അതവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നീതിയുടെ കരം ഇന്നു പകൽ ഈ ജനത്തെ ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സംശയിക്കേണ്ട, മുമ്പോട്ട് പോകുക. ഒരു ഉയർച്ച നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വച്ചിട്ടുണ്ട്. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.